വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒമാനിലെ മസ്കറ്റിലുള്ള റൂവി എന്ന പേരുള്ള ചെറിയൊരു സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അമ്പലം ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും പലരും അതൊരു തമാശയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെയും ഉണ്ട് അങ്ങനെ ഒരു അമ്പലം. ആ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇവിടെ നിന്നും കുറച്ച് ദൂരം പോകാനുണ്ട്. ഒരു ടാക്സി പിടിച്ച് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷേ ഞങ്ങളിപ്പോൾ കൂട്ടുകാരൊത്ത് പോകുന്നത് കൊണ്ട് ഞങ്ങൾ നടന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഈ അമ്പലത്തിലേക്ക് പോകുന്ന അതേ വഴിയിൽ തന്നെയാണ് ഈ പള്ളിയും ഉള്ളത്. ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കുന്നത് അലൗഡല്ല, എങ്കിലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അമ്പലത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിലേക്ക് കയറുന്ന വഴി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അകത്ത് ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇവിടുന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ഇത് ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ്. നാട്ടിലെ അമ്പലങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇതിനുള്ളിൽ. ഒരു കാര്യം പറയാതെ വയ്യ, ഇതൊരു മുസ്ലിം കൺട്രി ആയിട്ട് പോലും ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്നതിലോ പൂജ ചെയ്യുന്നതിലോ ഭക്തർ വന്നു പോകുന്നതിലോ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു എതിർപ്പും കാണിക്കുന്നില്ല. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബുദ്ധൻ്റെ വിഗ്രഹമുണ്ട്. ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു മഹാഗണപതി പ്രതിഷ്ഠയാണ്. ഇത്രയും വീഡിയോ നമുക്ക് അമ്പലത്തിനുള്ളിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി പാടില്ല എന്ന്. എന്നിട്ടും ആരും കാണാതൊക്കെയാണ് ഞാൻ ഇത്ര എടുത്തത്. ഇത്രയാണ് നമ്മുടെ അമ്പലത്തിലെ കാഴ്ചകൾ. ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു 10,000 രൂപ മാത്രം വില വരുന്ന ഒരു സാംസങ്ങിൻ്റെ ഫോണായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു ഞാൻ ഇത്രയും നാൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അധികം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ചേട്ടൻ ഒരു ഐഫോൺ, അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐഫോൺ എനിക്ക് തന്നു. ഫോൺ കൈ കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. ഇനി വരുന്ന വീഡിയോസൊക്കെ ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. റൂവിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി പോകുന്നത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ആ വ്യൂവും കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ക്യാമറയെ കാണുമ്പോൾ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഒമാനിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.